കുട്ടികളുടെ വേഷങ്ങൾ അണിഞ്ഞു തേവലക്കര ചന്തയിലെത്തിയ കുറച്ചു കുട്ടി കച്ചവടക്കാർ. കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. എന്നു മാത്രമല്ല, നാട്ടുകാർക്ക് കൗതുക കാഴ്ച തന്നെയായിരുന്നു അത്. തേവലക്കര KVM സ്കൂളിലെ കുരുന്നുകളാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും സഹകരണത്തോടുകൂടി ഓണച്ചന്ത തേവലക്കര ചന്തയിൽ നടത്തിയത്. തക്കാളി, വെണ്ട, വഴുതന, പയർ, പാവൽ തുടങ്ങിയ മിക്ക പച്ചക്കറികളും വീട്ടിലുണ്ടാക്കിയ അച്ചാറുകളും ഓണപ്പലഹാരങ്ങളുമായാണ് കുട്ടികൾ ചന്തയിലെത്തിയത്. പാരമ്പര്യ വേഷമണിഞ്ഞു കുരുന്നുകൾ എത്തിയതോടെ കാഴ്ചക്കാരുടെ എണ്ണവും കൂടി. ഓണച്ചന്ത അങ്ങനെ സൂപ്പർ ഹിറ്റായി. പ്ലാസ്റ്റിക്കിനെ അകറ്റി നിർത്തി വട്ടയിലയിലും തുണിസഞ്ചിയിലും സാധനങ്ങൾ നൽകി. വിൽപ്പനയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും 10 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാനും അവർ അതിനുപയോഗിച്ചു. ഏതായാലും അങ്ങാടിയിലെ കുട്ടിക്കച്ചവടക്കാർ ഓണം കച്ചവടം പൊടി പിടിക്കുക മാത്രമല്ല, നന്മയുള്ള നല്ല പാഠമാണ് സമൂഹത്തിന് കാണിച്ചു കൊടുത്തത്. പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന KVM സ്കൂളിലാണ് കുരുന്നുകൾ സംഘടിപ്പിച്ച ഓണച്ചന്തയിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു മെസ്സേജാണ് ഈ കുരുന്നുകൾ നൽകുന്നത്. നമ്മുടെ മാർക്കറ്റുകൾ ഇന്ന് അന്യം നിന്ന് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരുവാൻ ഇപ്പോൾ നമ്മളൊരു ദുരന്തമുഖമുണ്ട്. വയനാട് ദുരന്തത്തിലേക്ക് കൈത്താങ്ങായി ഇവിടെ വിൽക്കുന്ന പച്ചക്കറിയുടെ ലാഭവീതവും അല്ലെങ്കിൽ പച്ചക്കറി വിറ്റ് കിട്ടുന്ന തുക ആ വയനാട് ദുരന്തത്തിലേക്ക് നമ്മുടെ കുരുന്നുകൾ സംഭാവനയായി നൽകുകയാണ്. തീർച്ചയായും മാതൃപരമായ പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിക്കുന്ന KVM സ്കൂൾ, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും നല്ല തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയാണ്. കാരണം വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ മാർക്കറ്റുകൾ, പച്ചക്കറി മാർക്കറ്റുകൾ, ഓണച്ചന്തകളെ കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല. എന്നാൽ ഇതൊക്കെ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കുന്നതാണ്. ഇവിടെ 4ഉം 5ഉം വയസ്സും പ്രായമുള്ള കുഞ്ഞു മക്കളാണ് ഈ ഒരു ഓണവിപണന ചന്തയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന തേവലക്കരയിലെ KVM സ്കൂളിന്റെ മാനേജ്മെന്റ്, ടീച്ചേഴ്സ് അടക്കമുള്ള, അതുപോലെ തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, അതുപോലെ കുടുംബശ്രീ അടക്കമുള്ളവർ സഹകരിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരിടുന്നു.